ഹലോ, വെൽക്കം ടു കോച്ചിങ് സ്റ്റോറി. ഇത് വിദ്യയാണ്. നിങ്ങൾ കുറേ പേര് എന്നോട് പലതവണയും ഗാർഡനിങ്ങിനെ പറ്റിയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പം എസ്പെഷ്യലി ഹൗ ടു സ്റ്റാർട്ട് എ ഗാർഡൻ എന്നൊക്കെ ഞാനതിന് റെസ്പോൺസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഓവറായിട്ട് എൻ്റെ ആ ഇൻട്രസ്റ്റ് കൂടിയിട്ട് ഇത്തിരി ഓവറാക്കി പറഞ്ഞ ആൾക്കാരെ ഡിസ്കറേജും ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എന്നാൾ ആക്ച്വലി ഐ കെയിം അക്രോസ് ദീസ് പിക്ചേഴ്സ്. അപ്പോൾ എൻ്റെ ഗാർഡനിങ് ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഐ വാസ് നോട്ട് ലൈക്ക് ദിസ് ബിഫോർ. ഐ സ്റ്റാർട്ടഡ് ലൈക്ക് മെനി ഓഫ് യു ചെറുതായിട്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞാൽ അല്ലേ, ഞാൻ എൻ്റെ പഴയ അത് നോക്കിയപ്പോൾ കുറേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ഉണ്ടായിരുന്ന ചെടികളുടെ ഫോട്ടോ കണ്ടു. ഐ മൈസെൽഫ് ഫോർഗോട്ട് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഫ്രം ദിസ്. അപ്പോൾ ഇത് ബാക്ക് ഇൻ 2000 നടന്ന കഥയാണ്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പം ഫസ്റ്റ് ഫ്ലോറിൽ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര വൃത്തികെട്ട മണ്ണാണ്, നല്ല മണ്ണൊന്നുമല്ല, ശരിക്കും ഡ്രൈ ക്ലേ ആയിരുന്നു. അവിടെ ഞാൻ ആദ്യത്തെ എൻ്റെ ചെടി എനിക്ക് വന്ന് കുറച്ച് സൺഫ്ലവറൊക്കെയാണ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗാർഡനിങ് പണ്ടേ ഇഷ്ടമായിരുന്നു. ബിക്കോസ് നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയുടെ ഗാർഡനിങ് കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഭയങ്കര ചെടിപ്രാന്താണ്. അതിൽ നിന്ന് തന്നെ നാച്ചുറലി എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. ചെറുതിലെയും ഇതുപോലെ തന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ചെടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടൊക്കെ വയ്ക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞു ഇവിടെ US വന്നു. അപ്പോഴാണ് കുറേശ്ശെ പിന്നെയും എനിക്ക് തന്നെ വൈക്കാണേ ഗ്രോത്ത് തിങ്സ് എന്ന് ഐഡിയ തോന്നി തുടങ്ങിയത്. അപ്പോൾ ഇത് പിള്ളേരൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഞങ്ങളുടെ ഒരു മാത്രമുള്ളപ്പോഴായിരുന്നു സൺഫ്ലവർ ഉണ്ടായത്. മറ്റേ പൊക്കമുള്ള സൺഫ്ലവറില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ നിന്നിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല ഇപ്പോൾ. അതിൻ്റെ അടുത്ത് നിന്നിട്ട് അത് വെട്ടി ഉള്ളിലൊക്കെ വച്ചേക്കുന്നതാണത്. അന്നും ഉണ്ടായിരുന്നു അതേപോലെ ഈ പ്രാന്തൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തു. ഞാൻ റട്ട്ഗേഴ്സിൽ MBA ചെയ്യായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെൻറ്റിൽ ഓഫ് കോഴ്സ് ദർ വാസ് നോ ആക്സസ് പുറത്തേക്കൊന്നും. ഞങ്ങൾ മെയിൻ ഫ്ലോർ തന്നെ താമസിച്ചിട്ടുണ്ട്, പക്ഷേ മണ്ണ് ഒന്നും ഉണ്ടായിരുന്നില്ല, പാറ്റിയോ ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഐ ഹാഡ് മൈ സൺ ഓൾസോ ഇൻ ബിറ്റ്വീൻ ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ പിന്നെ അതില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ഫസ്റ്റ് ഫ്ലോർ അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പം ഓഫ് കോഴ്സ് ഓൾ ഐ ഹാഡ് വാസ് ബാൽക്കണി. ഇത് എൻ്റെ ബാൽക്കണിയിൽ ഞാൻ കുറേശ്ശെ ചട്ടിയിൽ ചെടി വളർത്താൻ തുടങ്ങി. അപ്പോഴാണ് ആദ്യമായിട്ട് ചട്ടിയിൽ ചെടി വളർത്താൻ തുടങ്ങി. ഇത് ഞങ്ങൾ രണ്ടുപേരും പൂക്കളോടൊന്നാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ, ഞാനും മോനും. ഈ കുഞ്ഞിനെ വെച്ചിട്ട് പോലും കുറച്ച് ചട്ടി അത്ര ഉണ്ടായിരുന്നു. എനിക്കൊന്ന് റോസ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഗ്ലാഡിയോലായി, കുറച്ച് തക്കാളി, ഇതൊക്കെയാണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ടൗൺ ഹോം വാങ്ങി. അപ്പോഴും മുമ്പിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ടൗൺ ഹോമിൻ്റെ HOA മെയിൻറ്റെയിൻ ചെയ്ത സ്ഥലങ്ങളായിരുന്നു. നിറച്ച് ഹൈഡ്രാഞ്ചിയ. അതായത് പിള്ളേർ രണ്ടുപേരും ഡേ കെയർ പോകുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് ഈ ഹൈഡ്രാഞ്ചിയൊക്കെ നമ്മുടെ HOA മെയിൻറ്റെയിൻ ചെയ്തതാണ്. അപ്പോൾ പുറത്ത് നമുക്കായിട്ട് പ്ലാൻ ചെയ്യേണ്ട സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് യാർഡിൽ ഒരു പാറ്റിയോവും ഒരു ഡെക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും പാറ്റിയോ മുഴുവൻ സ്റ്റോൺ പാറ്റിയോ, അറ്റത്ത് ഒരു ചെറിയ എന്താ പറയുക ഒരു റിം ഓഫ് ദേ കാണുന്ന അത്രയേ ഉള്ളൂ മണ്ണ്. അവിടെയും ഓൾറെഡി 2 പൈൻ മരങ്ങൾ, ആ സ്ഥലത്ത് ഒരു 4 പൈൻ മരം ബാക്കിൽ, പിന്നെ 2 അപ്പുറവും വലിയ മരങ്ങളായിരുന്നു. അപ്പം again ആ പൈൻ്റെ റൂട്ട് കാരണവും പിന്നെ പൈനീരിൽ വീഴുന്ന കാരണവും നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സൈഡിലൊരു ജപ്പോണിക്ക എന്ന് പറഞ്ഞ ചെടിയും പഴയ ആൾക്കാർ നട്ടുണ്ടായിരുന്നു. കുറച്ചൊരു മണ്ണുള്ള അടുത്ത് ഞാൻ 2 പിയണി കൊണ്ടേ നട്ടു. അതാണ് ഈ കാണുന്ന ബാക്കിൽ. സൈഡിൽ ഒരു ചെറിയൊരു വെജിറ്റബിൾ ബെഡ് ഉണ്ടാക്കിയിട്ട് നിറച്ചും ചീരയായിരുന്നു. ബിക്കോസ് വേറെ ഒന്നും വെയിലില്ല ആ മരങ്ങളിൽ കാരണം. അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഓണം നമ്മുടെ വീട്ടിൽ പൂക്കളമൊക്കെ ഇട്ടിരുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് യു ക്യാൻ സീ ദ ചീര ഓൺ വൺ സൈഡ്. അങ്ങനെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ചെടിയൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു. ചട്ടിയിൽ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം കൂടുന്നുണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്ക് മൂവ് ചെയ്തിട്ട് കുറേശ്ശെ തുടങ്ങിയതാണ്. ഞാൻ പണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് എൻ്റെ യാർഡിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. സ്റ്റാർട്ട് സ്മോൾ, ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഈവൻ ഇഫ് യു സ്റ്റാർട്ട് സ്മോൾ, വൺ ഡേ യു ക്യാൻ ഹാവ് എ ലാർജ് ഗാർഡൻ ലൈക്ക് മീ. അപ്പോൾ നിങ്ങൾ ഡോണ്ട് ബി ഡിസ്കറേജ്. ഇപ്പം ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫുൾ ഫ്ലെജ് ഗാർഡൻ നിറച്ച് എപ്പോഴും പൂവൊക്കെ ഉള്ള ഗാർഡൻ കാണുമ്പോൾ അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഉണ്ടില്ല പറയാനില്ല കേട്ടോ. പക്ഷേ ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്ത് പോയാൽ മതി. കുറേശ്ശെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒരു കൊല്ലം ഒരു ബെഡ് എടുക്കും. അത് കഴിഞ്ഞാൽ ബെഡിനെ കുറച്ചുകൂടി വീതി കൂട്ടും. കുറച്ച് 2 കൊല്ലം കഴിയുമ്പോൾ ആ ബെഡിൻ്റെ പിന്നെയും കൂടി വീതി കൂട്ടും. അങ്ങനെ എൻ്റെ വീതി കൂട്ടി കൂടുതൽ ചെടി ആടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ അത് 2 പേര് നിറച്ച് ചെടിയായി കഴിഞ്ഞാൽ കുറച്ച് ബാക്കിൽ സൈഡിൽ ഞങ്ങൾ ചെയ്ത് അടുത്തത്. പിന്നെ ബാക്കിൽ ചെറിയൊരു ബെഡ് ഉണ്ടാക്കി.
അത് കഴിഞ്ഞ് ഫെൻസ് ചെയ്തിട്ടാണ് ഫുള്ള് വലുതാക്കിയത് ബാക്കിലെ ഗാർഡൻ മുഴുവനും. അതും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ആദ്യം ഡെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെക്കിൻ്റെ ഇടയിൽ ചെറിയൊരു ബെഡായിരുന്നു. അതിൻ്റെ ഡെക്ക് മാറ്റി ഞങ്ങൾ സ്ക്രീനും കുറച്ച് പണിതു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്ഥലം കിട്ടി. എല്ലാം കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ യു വോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് ബിഗ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് നാളെ ഫുൾ ഗ്രോൺ ചെടി വേണമെങ്കിൽ ചെടി ഫുള്ള് വളർന്ന ചെടി വാങ്ങിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടിലും ഫണ്ണ് അക്കോർഡിംഗ് ടു മീ സീഡിൽ നിന്ന് വിത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പല ചെടികളും. അതും ഒരു രസമല്ലേ, നമ്മൾ വിത്തിട്ട് അത് മുളച്ച് അത് വലുതായി അതിൻ്റെ ഫുൾ സൈസ് എത്തി ആ ഒരു പ്രോസസ്സ് കാണാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അങ്ങനെയും തുടങ്ങാം. ഇറ്റ് ജസ്റ്റ് ടേക്സ് ടൈം ടു ബിൽഡ് അപ്പ് ടു ദിസ് ലെവൽ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ആ ഒരു കാര്യം പറയാനായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കുറച്ചുകൂടെയെങ്കിലും ഇൻസ്പിറേഷനായി തോന്നിയായിരിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.